ഒരു കൃഷിയിലോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ വൃത്തിയാക്കിയിട്ട് ആ തക്കാളിയെല്ലാം തേച്ച് അടുത്ത് പോയിട്ടുള്ളൂ. അത് കുറച്ച് ദൂരോട്ട് വെച്ച് കെട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു വരി വെണ്ട ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ച് ഒരു കെട്ട് രണ്ടാമത്തെ ലൈനിൽ കെട്ടാൻ പോയിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ തക്കാളി ഇടയ്ക്ക് മുളകും കൂടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളിന്ന് കാണിക്കാൻ നേരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ ചെയ്യുന്നത്. നിങ്ങളീ ഒന്ന് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ആക്കുന്നത്. കണ്ടേ, കണ്ടില്ലേ ഇതാ എന്താ ഒരു പൊലിയില്ലാതെ. കണ്ട ഇതേപോലെ ഒരു വരി വെണ്ട വെച്ച് കെട്ടി. കണ്ട ഇതേപോലെ ഒരു വരി വെണ്ട വെച്ച് കെട്ടിയിട്ട് കണ്ട വെണ്ട വെച്ച് താത്ത് കെട്ടി. കണ്ട എല്ലാം ഒരേപോലെ ഇതേപോലെ പുല്ലും പറിച്ച് കാടും പറിച്ച് വൃത്തിയാക്കി ആ ഒരു വരി വെണ്ട വെച്ച് ഇനിയിപ്പോൾ ഇത് കെട്ടാനാവും. ഒന്ന് ഇവിടെ കെട്ടി ഈ രണ്ട് കയറ് കെട്ടി ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതും കൂടി കഴിച്ചിട്ട് അപ്പുറം കെട്ടട്ടെ. ഇനി ഈ വെണ്ട കഴിച്ചിട്ട് അപ്പുറം കെട്ടി. എന്നിട്ട് തക്കാളി അത് കുറച്ച് ദൂരെ ആക്കാനുണ്ടല്ലോ, കായ് അനുഭവം കിട്ടില്ല, കായ് കുറഞ്ഞു പോകും. അടുത്തായിപ്പോയി, നന്ന അടുത്തായിപ്പോയി, എവിടെ തെറ്റാൻ പറ്റാത്ത ഒരവസ്ഥയിലായിപ്പോയി. ഇതും കൂടി ഞാൻ ഇപ്പുറം കഴിച്ച് കെട്ടട്ടെ. ഇത് വേണ്ട ഇതേപോലെ ഇത് കഴിച്ചിട്ട് ഞാൻ ഇങ്ങനെ കെട്ടി ഇതേപോലെ ഇതെടുത്തിട്ട് ഇവിടെ കെട്ടുക. അവിടില്ലേ ഇതുപോലെ ഞാനിവിടെ ഇങ്ങനെ കെട്ടിയിട്ട് വെണ്ട കെട്ടാനാണ് ഇതിങ്ങനെ. വെണ്ട കഴിയാനായിനി, അതുകൊണ്ട് പിന്നെ ഇനി ലേശം കുറഞ്ഞു പോയാലും സാരമൊന്നുമില്ല. ഇനിയിപ്പോൾ കൊത്തി കൊടുക്കണം, ഇനിയിപ്പോൾ ഇത് കൊത്തി കൊടുക്കണം, എന്നാലും വെണ്ടക്ക നല്ലോണം ഉണ്ടാവും. അടിയിൽ നിന്ന് തീർത്ത് വരെ ഈ മേലെ കൂടി ഇങ്ങനെ കൊത്തി പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ നല്ലോണം വെണ്ടക്ക ഉണ്ടാവും. അതുവരെ ചെറിയ ഒരുപാട് കമ്പുകൾ വരും, അതിന് ശേഷം അതിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇനിയിപ്പോൾ കണ്ടില്ല, ഇതിപ്പോൾ ഞാനിനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ച് അങ്ങോട്ട് വെക്കട്ടെ, എന്നാലും എഴുതിങ്ങനെ വെക്കാൻ പറ്റും. അതിൻ്റെ ഒരു വെണ്ടയും കൂടി ഇവിടെ വെക്കാൻ പറ്റും. ഞാൻ ഇതും കൂടി കഴിച്ചിട്ട് ഇപ്പുറം വെക്കട്ടെ. ആ വെണ്ടത്തെ ഇപ്പുറം വെച്ചിട്ട് വേണം അപ്പുറത്തേക്ക് ആക്കാൻ എനിക്ക്. എന്താ ഇതേപോലെ ഇതുപോലെ ഇവിടെ കെട്ടട്ടെ. എന്നാൽ അത് തക്കാളിക്ക് കുറച്ച് അകലം വേണം. തക്കാളി പടന്ന് ഇങ്ങനെ വരണ്ടിക്കായി നീളം വെച്ച് പോയി, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ കെട്ടി. അതിന് മാറ്റി കെട്ടിയിട്ട് വേണം ആക്കണേ. അത് അന്നേരം ഞാൻ പിന്നെ അടുത്തായിപ്പോയി, ഞാൻ സാരമില്ലാന്ന് വിചാരിച്ചു. വളർന്ന് നോക്കുമ്പോഴേക്ക് ഭയങ്കര അടുപ്പം. അതാണിപ്പോൾ ഞാൻ കെട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ഇട്ടത്. ഇല്ലെങ്കിൽ മാറ്റി കെട്ടൊന്നുമില്ല. എന്താ വെച്ചാൽ ഇതിലെ പോകാനും വരാനും പറ്റുന്നില്ല. അതാണ് ഇതിനെ കൂടി പോണ്ടിക്കലും വെണ്ടിക്കലും വന്നെങ്കിലല്ലേ നമുക്ക് മരുന്ന് കൊടുക്കാനോ വളം കൊടുക്കാനോ എല്ലാം വരണ്ടേ, വെള്ളം അടിക്കണം. ആ സമയത്തൊന്നും ഇതിൻ്റെ അകത്ത് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടായി ഇപ്പം ഇങ്ങനെയാണ് കെട്ടി. ഇപ്പം വേണ്ട ഞാനിവിടെ കെട്ടിക്കൊടുത്തു, അത്രേ വേണ്ടിയുള്ളൂ. ഇനിയിപ്പം തക്കാളി എടുത്തിട്ട് ഇങ്ങോട്ടെടുത്ത് കെട്ടണം. ആ തക്കാളി അടുത്ത് തന്നെ നിന്നോട്ടെ. ഇനിയിപ്പോൾ തക്കാളി മുളക് എടുത്തിട്ട് ഇവിടെ കൊണ്ടാക്കാം. എന്നാൽ തക്കാളി ഇപ്പം ഇവിടെ കഴിച്ചിട്ട് ഒന്ന് കഴിച്ചിട്ട് ഇപ്പം കെട്ടട്ടെ. ഇത് വെച്ചിട്ട് വെക്കാം. ഇതില്ല ഇതേപോലെ എല്ലാം കെട്ടിക്കൊടുത്തിട്ട് കേട്ടോ. ഇതിപ്പോൾ വളർന്നു പോയി അങ്ങ് ഇത് പിന്നെ ഒരുപാടായിപ്പോയാലും അടുപ്പിച്ചിട്ടായാലുണ്ടല്ലോ കായ് പിടുത്തം കുറയും, കായ് വളരൂല. നല്ല അകൽച്ച സ്ഥലം വേണം, വീതി വേണം, ദൂരെ നടാൻ പാടില്ല. അതായത് ഇത് കുറേ ആദ്യം ദൂരെ തോന്നിയിട്ടില്ല, ഇപ്പം പടന്ന് വരുമ്പോഴേക്ക് ഒരുപാട് ദൂരെയായിട്ട്. ഇതുപോലെ ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഞാൻ എടുക്കും. ഇത് തക്കാളിക്ക് കേടാണ് ഇതിങ്ങനെ പൊടിച്ചിട്ടെല്ലാം വെച്ചാൽ, അതാണ്. അതല്ലേ ഇതേപോലെ എടുത്തിട്ട് ഇതിങ്ങനെ വെക്കണം. ഇത് കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ വെക്കുക. അതിന് ശേഷം ഇവിടിങ്ങനെ കെട്ടിക്കൊടുക്കുക. ഇത് ഞാൻ ഇവിടിങ്ങനെ കെട്ടിക്കൊടുക്കും. ഇനി കണ്ടോ, കണ്ടില്ലേ ഇത്രയും അകലം വേണം, എന്നാലും മാത്രമേ തക്കാളി വളരാൻ്റെ ശേഷിയുള്ളൂ. ഒരുപാട് സ്ഥലം വേണം.
തക്കാളി ഒരുപാട് കൊമ്പുമ്മൽ കൂടി പടന്നു പോയി. ഇനിയിപ്പോൾ കൊമ്പിന് പിടിച്ച് കെട്ടിയാൽ മതി. തക്കാളി കൊണ്ടുപോയിട്ട് ആ കയറിന് ആ കൊമ്പ് കൊണ്ട് കെട്ടിക്കൊടുത്താലുണ്ടല്ലോ അങ്ങനെ പോയിപ്പോയില്ല. ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ആ കൊമ്പ് ഒടിഞ്ഞു പോകുന്നു പോകില്ല. ആ തക്കാളിൻ്റെ വെയിറ്റ് വരുമ്പോൾ അപ്പാട് ഇത് ഒടിയും. ഈ തക്കാളിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. കണ്ടില്ലേ? ഇതേപോലെ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് കെട്ടിക്കൊടുക്കട്ടെ. ഇത് കണ്ട ഇതേപോലെ പിടിച്ചിട്ട് കെട്ടിക്കൊടുക്കട്ടെ. ഇത് അന്നേരം അത് അങ്ങോട്ട് പോകുമ്പോൾ അതിന് അങ്ങനെ വലിയ പ്രശ്നം വരില്ല. ഇനിയിപ്പോൾ ഒന്നും കൂടി അവിടെ കെട്ടിക്കൊടുക്കണം. അതില്ലേ? ഇതിനിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആക്കി വെച്ചിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ. ഇത് കണ്ട തക്കാളി കണ്ട ഇത് കണ്ട ഇത് കണ്ടില്ലേ? തക്കാളി ഇതാണ് ഞാൻ കൊമ്പ് പൊട്ടിയിട്ട് നട്ട തക്കാളി. ഇത് കണ്ട ആ കൊമ്പ് പൊട്ടിയിട്ട് ഒരു കൊമ്പ് മാത്രം കൊണ്ട് നട്ടതാണ്. അതിപ്പോൾ പൊടിച്ചിട്ട് കായ് വിരിഞ്ഞടി. എത്രയൊന്നും ആയില്ല, 2 ആഴ്ച ആയിട്ടു. അതിൻ്റെ മൂത്ത കൊമ്പാണ് നട്ടിന്. അതുകൊണ്ടാണ് അതങ്ങനെ കാരണം. ഇത് കണ്ട തക്കാളി കണ്ട ഇതിപ്പോൾ ഇത് കണ്ട തക്കാളി കൊല ഇത് കണ്ട ഇതേപോലെ കൊല വരുന്ന ഇതുപോലെ ആണ് കൊല. ഇതിൻ്റെ ഉള്ളിലുണ്ട്. ആ കെട്ടിൻ്റെ ഉള്ളിലായി പോയിട്ടുണ്ട് അത്. ഇത് കണ്ടില്ലേ? ആ കെട്ടിൻ്റെ ഉള്ളിലാണ് ഉള്ളു. ഒരുപാട് കൊലയുണ്ട് അതിൻ്റെ ഉള്ളിൽ. കെട്ടിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ? കാണുന്നില്ല അതങ്ങനെ കാണാൻ പറ്റില്ല. ഇതെല്ലാം തലയിൽ ഇങ്ങനെ ഒരുപാട് ഉണ്ടായി വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ? ഇത് കൊലകൊലയായിട്ട് വരുന്നതാണ്. ഒരുപാട് തക്കാളിയുണ്ട്. നല്ലപോലെ തക്കാളിയുണ്ട്. ഇത് കണ്ടു. ഇതെല്ലാം കണ്ടില്ലേ? ഇത് നല്ല തക്കാളിയല്ലേ? തക്കാളി ഇങ്ങനെ കൊലകൊലയായിട്ട് വരുന്ന ഇതുപോലെ ഇത് കണ്ട കൊലകൊലയായിട്ട് ഒന്നും രണ്ടൊന്നല്ല, കുറേ കൊല ഇതിൻ്റെ മേലെ തലക്ക് ഒരുപാട് തല ഇത് കാണുന്നില്ലേ? കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ ഇപ്പം കാണുമ്പോൾ. ഇപ്പം മുളകിൻ്റെ കാണിച്ചു തരാം. മുളക് ഇത് മുളക് നല്ലോണം കൊലയുണ്ട്, കായുണ്ട്, നല്ലപോലെ കായുണ്ട്. കാണുന്നില്ലേ? കാണാണ്ടായി പോവാ. കാണുന്നില്ല എന്നറിയില്ല. എനിക്കിത് എടുക്കാൻ ജയിലില്ല. സ്റ്റാൻഡിൻ്റെ കാല് കൊണ്ട്. അതാണ് ഒന്നാമത്തെ വിഷമം. ഇത് കണ്ടില്ലേ? ഇത് കണ്ട മുളക് എല്ലാം താഴെയായിപ്പോയി. ഇത് കണ്ടില്ലേ? കൊല നല്ലപോലെ വളവ് നല്ലപോലെ ഉണ്ട്. കണ്ടില്ലേ? ഇതെല്ലാം എല്ലാം നല്ലപോലെ പിടുത്തുണ്ട്. അത് നമ്മൾ ഇത് കായ് പിടുത്തം നല്ലപോലെ പച്ചക്കായ്. ഇനി ഒരുപാട് ഉണ്ടാവും അത്രേ. ഇതിപ്പോൾ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഉണ്ടായിട്ട് വരുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ കുറച്ചും കൂടി കഴിഞ്ഞാൽ പരിക്കാനായാലേ നല്ല